ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം റെഡിയാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. രാവിലെ സ്കൂളിലും ഓഫീസിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ, ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതുപോലെ ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, ചോറ് എല്ലാത്തിനും നമുക്കിത് കോംബോ ആക്കാൻ പറ്റും. സവാള അധികം വഴറ്റാതെ, അതായത് നമുക്ക് സവാള വഴറ്റാനാണല്ലോ ഏറ്റവും പാട്. അപ്പൊ സവാള ഇതേപോലെ ഒരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, തക്കാളി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി എടുക്കുന്നുണ്ട്. മസാലപ്പൊടി എടുക്കുന്നത് നമ്മുടെ ബീഫ് മസാലയില്ലേ, മീറ്റ് മസാല, അതാണ് കേട്ടോ എടുക്കുന്നത്. അത് ഒരു ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 3-4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്കായ, ഇത്രയും കൂടെ സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. സവാളയിലൊക്കെ ആ മസാലപ്പൊടികൾ നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസില്, അപ്പോഴേക്കും സവാള നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഒരു 2 വിസിൽ അടിക്കാം. 5 മുട്ടയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുട്ട വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ നമുക്കിത് പെട്ടെന്ന് അതിന്റെ ആ തോട് കളഞ്ഞെടുക്കാൻ പറ്റൂ കേട്ടോ. ഇനി കുക്കറിൽ ഒരു 2-3 വിസിൽ അടിച്ചായിരുന്നു കേട്ടോ. നന്നായിട്ട് തക്കാളിയും സവാളയും എല്ലാം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ കയ്യിലുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചൊക്കെ കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിത് കുറുക്കിയെടുക്കണം. ആ ഒരു പാകത്തിലേക്ക് ആക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതാ. നല്ലോണം ഇതുപോലെ തിളച്ച് വരും കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളത്തിന്റെ ഒരു 1/4 ഭാഗം അത് വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ? അത് ആ മസാല കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒന്ന് കുറുകണ പരുവാകണം. നമുക്ക് ഇതിനകത്ത് വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ കേട്ടോ ഈ ഗ്രേവി നന്നായിട്ട് കുറുകി കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പൊ നന്നായിട്ട് കുറുകി വന്നോളും. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഇതിനകത്തോട്ട്. ലാസ്റ്റ് ആണ് കേട്ടോ ഈ ചെയ്യുന്ന. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്കിത് കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം കേട്ടോ. അതുപോലെ മുട്ട നമ്മൾ ഇതിലോട്ട് ഇടുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ അതിന്റെ ഉള്ളിലോട്ടൊക്കെ ആ മസാലകൾ പിടിക്കുള്ളൂ. പിന്നെ ഉപ്പ് നോക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ? അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ നല്ലോണം കുറുകി, കണ്ടോ? കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.